നിങ്ങൾ എവിടെ നിന്ന് വന്നാലും നിങ്ങളുടെ വീട് രണ്ട് വിധത്തിൽ പണിയാം. ഒന്ന് ബാബേൽ ഗോപുരം പോലെ, രണ്ട് സിയോൻ മാളിക പോലെ. ഭൂമിയിൽ വീട് രണ്ട് വിധത്തിൽ പണിയാം. ഒന്ന് ബാബേൽ ഗോപുരം പോലെ, രണ്ട് സിയോൻ മാളിക പോലെ. ഉൽപ്പത്തി 11 ബാബേൽ ഗോപുരം. പണമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാ ശേഷിയുമുണ്ട്. പക്ഷെ ദൈവാനുഗ്രഹമില്ലാത്ത ടവർ ബാബേൽ ഗോപുരം. അവിടെ പാക്ഷ ചെതറിപ്പോയി. കമ്പ് ചോദിക്കുമ്പം കല്ല്, കല്ല് ചോദിക്കുമ്പം കട്ട, കട്ട ചോദിക്കുമ്പോൾ സിമെൻറ്റ്, സിമെൻറ്റ് ചോദിക്കുമ്പം വെള്ളം. പാക്ഷ ചെതറിപ്പോയി. നമ്മുടെ വീട് ഒന്നാന്തരം വീടാണ്, പക്ഷേ പാക്ഷ ചെതറിപ്പോയി. 30 വയസ്സുള്ള മരുമകൾ പറയുന്നത് 60 വയസ്സ് അമ്മായിമ്മയ്ക്ക് സുഖിക്കുന്നില്ല. അമ്മായിമ്മ പറഞ്ഞത് മരുമകൾക്ക് ദഹിക്കുന്നില്ല. കാരണന്മാർ പറഞ്ഞത് മക്കൾക്ക് സ്വീകാര്യതയില്ല. മക്കളുടെ അഭിപ്രായം കാരണന്മാർക്ക് ഇഷ്ടമില്ല. അതാണ് ബാബേൽ ഗോപുരം. കുടുംബസംഗമത്തിൽ ഓർക്കുക, എൻ്റെ വീട് പാക്ഷ ചെതറിയ ബാബേൽ ഗോപുരമാണ്. ആഗ്രയിലെ വിശ്വവിസ്മയമാണ് താജ്മഹൽ. വെണ്ണക്കൽ സൗധം, അതിനകത്ത് 2 ഉണങ്ങിയ ശവങ്ങൾ, ഷാജഹാനും മുംതാസും. വിശ്വകവി ടാഗോർ ഈ താജ്മഹലിനെ നോക്കി എഴുതി, കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി. കാരണം വർത്തമാനമില്ല. ഒരുപക്ഷെ നമ്മുടെ വീടും പുറത്ത് 100 ജനശ്രീ, കുടുംബശ്രീ, പാർട്ടി പ്രവർത്തനം, ഇലക്ഷൻ ക്യാമ്പയിൻ, പള്ളി പ്രവർത്തനം ഭയങ്കരം. പക്ഷെ വീട്ടിൽ വരുമ്പം ഭാര്യയെ കാണുമ്പോൾ ചില കെട്ടിയന്മാർ നിൽക്കുന്ന കണ്ടാൽ രാജസ്ഥാൻമാരുടെ പരസ്യം പോലെ ഇങ്ങനെ മസിലും പിടി നിൽക്കും. ഒന്നും മിണ്ടാൻ പറ്റിയല്ല, വർത്തമാനമില്ല. എന്താ 3 അടി? 1 പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ. വേറെ കെട്ടിയവനെ കാണുമ്പം അടിവേര് നോക്കി ഒരു തൊഴി കൊടുക്കാനാണ് തോന്നുന്നത്. ഞാൻ ചതനാടിന്ന് ചോദിച്ചു. ആദ്യ രാത്രിയിൽ ചൂടടിച്ച് പുതപ്പിന് കീഴെ മുട്ടി ഒരുമി കൊച്ചു വർത്തമാനവും പറഞ്ഞ് കിടക്കാവുന്ന ഓർത്തപ്പോൾ പാതിരാത്രി 12 മണിക്ക് ഇത് ഞാൻ ചാടി എഴുന്നേറ്റ് എന്നോട് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാടി? ഇതെന്നാ അച്ഛാ, ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളെ കെട്ടിക്കൊണ്ടുവന്നത്? ഞാൻ നീനാണ് അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛാ വിവാഹത്തിന് ഒരുക്കിയ മനഃശാസ്ത്രം പറഞ്ഞായിരുന്നു. വിഷയങ്ങൾ തീരുമ്പോൾ വിഷയങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയണം. ഒരു പുതുജീവിതം ആരംഭിക്കുകയല്ലേ, പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷയം എടുത്തിട്ടതാ. ഇത്രയും വലിയ വിഷയമാകും ഓർത്തിരുന്നില്ല. വീടിന് ഒരു ബൈബിളിൻ്റെ ഇമേജ് ഉണ്ട്. അതാണ് കാനാൻ ദേശം. വീട് ഒരു കാനാൻ ദേശം. കാനാൻ ദേശം 2 അനുഭവങ്ങൾ. 1 പാല്, 2 തേന്. കുടുംബത്തിൽ ഇത് വേണം. പ്രായമായ കാരണന്മാരെ മക്കളും കൊച്ചുമക്കളും നോക്കുമ്പോൾ വീട് കാനാൻ ദേശം. ഭാര്യ ഭർത്താവിനെ ശ്രദ്ധിക്കുമ്പോൾ വീട് കാനാൻ ദേശം. ഭർത്താവ് ഭാര്യയെ കരുതുമ്പോൾ വീട് കാനാൻ ദേശം. കുഞ്ഞുങ്ങൾക്ക് പരിഗണന കൊടുക്കുമ്പോൾ വീട് കാനാൻ ദേശം. കാനാൻ ദേശത്ത് 2 അനുഭവങ്ങൾ. 1 പാല്, 2 തേന്. പാലും തേനും. എന്താ പാല്? നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതെല്ലാം പാല്. സ്വന്തമായി വീട്, ഉടുക്കാൻ തുണി, കഴിക്കാൻ മരുന്ന്, കഴിക്കാൻ ഭക്ഷണം, ആരോഗ്യത്തിന് രോഗം വന്ന മരുന്ന്, ഇതെല്ലാം ഉള്ളപ്പം പാൽ. ദൈവകൃപയാൽ നിങ്ങളിൽ ആർക്കും പാൽ അനുഭവത്തിന് വലിയ കുറവില്ല. തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ മിനിമം അത്യാവശ്യ കാര്യങ്ങൾ സാധിച്ചു പോകാൻ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ഇല്ലാതെ പോകുന്നത് തേൻ. എന്താ തേൻ? ഭർത്താവിന് ബിസിനസ്സിൽ ഒരു നഷ്ടം. ആ സമയത്ത് കുത്തുവാക്ക് പറഞ്ഞിരുന്ന ഭാര്യ നമുക്ക് ഒക്കെ ചീത്ത പറയുന്ന കെട്ടിയവനാണോ, അവൻ വീട് നരകമാക്കും. പറയണം, മോളെ സാരമില്ല, നിനക്ക് ഞാൻ, എനിക്ക് നീ, നമുക്ക് ദൈവം. അങ്ങനെ പറയാൻ പഠിക്കണം. അത് മക്കളോട് പറയണം, പരസ്പരം പറയണം. ഇനി മക്കൾ വഴി എന്തേലും നൊമ്പരം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും സ്വന്തം ഭർത്താവിൻ്റെ കുറ്റം മക്കളുടെ കേക്ക് ബോധമുള്ളൊരു സ്ത്രീ ഒരിക്കലും പറയല്ലേ. ഭർത്താവിന് എന്ത് തെറ്റുണ്ടെങ്കിലും മക്കളുടെ മുമ്പിൽ ഭർത്താവിനെ കൊച്ചാക്കരുത്. ഭാര്യയ്ക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും കഴുത, പൊട്ടി, ചെകുത്താൻ ഇവിടെ വാക്ക് പറയല്ലേ. ഭാര്യയ്ക്ക് എന്നാ കുഴപ്പമുണ്ടെങ്കിലും മക്കളുടെ മുമ്പിൽ ഏറ്റവും വിലപ്പെട്ടതുപോലെ ഭാര്യയോട് സംസാരിക്കണം. ഒറ്റയ്ക്ക് മുറി കയറുമ്പോഴേ തിരുത്താവും. ഇതാണ് പാലനുഭവം. തേനനുഭവം, പാലനുഭവം. അതാണ് കുടുംബം. ഇപ്പം നമ്മുടെ കുടുംബം ഭൂമിയിൽ സ്വർഗമായിട്ട് മാറാൻ 10 കൽപ്പനകളിൽ കുടുംബത്തെ നമ്മൾ പണിയണം. 10 ദൈവപ്രമാണങ്ങളിൽ കുടുംബത്തെ പണിയണം. 1, ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. കുടുംബത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. പ്രാർത്ഥന 20 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അതിനിടയ്ക്ക് 5 പ്രാവശ്യം സൈലൻറ്റ് മോഡിലിടണം. ലാൻഡ് ഫോണിൻ്റെ റിസീവർ ഇറക്കി വെക്കണം. ദൈവത്തെ ഗൗരവമായി നമ്മൾ കാണണം. പലപ്പോഴും സീരിയൽ സമയം പ്രാർത്ഥന മോഷ്ടിക്കുമ്പോൾ കുടുംബത്തിൻ്റെ അനുഗ്രഹം ചോരാൻ പോകുന്നത് വടക്കം വീരഗാഥയിലെ പോലെ
ടർക്കി ടവൽ കയറ്റി കൊടുത്ത് സോപ്പ് പതച്ച് വേഗം നനച്ച് ഒറ്റ ഇരിപ്പ. എന്നുവെച്ചാൽ അതെന്താ, പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതി, ഇത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. ചില പെണ്ണുങ്ങളെ കാണാം വൈകിട്ട് 6 മണിക്ക് കുളിച്ച് തോർത്തി നല്ല ഡ്രസ്സ് ധരിച്ച് കാറ്റത്തിൽ 3 വാക്ക്. ഒന്ന്, പ്ലീസ് പ്ലീസ്, ചോറ് വിളമ്പടി, ചായ എടുക്കടി, കറി ഒലത്തടി. അതിനകത്ത് പ്ലീസ് ഇല്ല. കറി ഒലത്തിയാലോ ഒരു ചായ കുടിച്ചാലോ സൗമ്യതയുടെ ഭാഷ. ഭർത്താവ് ഭാര്യയോട് 2 ദിവസമായി പഞ്ചാര തിന്നത് പറഞ്ഞ് മടുത്തു, ഇന്നും കൂടെ മേടിച്ചില്ലേ നാളെ കട്ടൻ കാപ്പി കയറ്റേണ്ടി വരും കേട്ടോ. ഇതുകൂടി വാക്കുകൾ. നല്ല സൗഹൃദത്തിൻ്റെ ഭാഷ, പഠിത്തമുള്ള സാംസ്കാരിക മനുഷ്യന് ആദരവിൻ്റെ ഭാഷ. ഭാര്യയോട് പറയണം, ഭർത്താവിനോട് പറയണം. ലോകത്തിലെ ഒരു സ്ത്രീക്ക് ഏറ്റവും വിലപ്പെട്ടത് ഭർത്താവാണ്. ഏത് ഭർത്താവ്? സ്വന്തം ഭർത്താവ്. ഒരു പുരുഷന് ഏറ്റവും വിലപ്പെട്ടത് സ്വന്തം ഭാര്യയാണ്. പ്ലീസ്. 2, സോറി. ചിലപ്പോൾ മനുഷ്യന് അരിശം വരുന്ന സമയമുണ്ട്. ഒരുപാട് പണിത് മടുത്ത് വേർതിരിക്കുന്ന കെട്ടിയവൻ, ഒത്തിരി കണക്കൊക്കെ കൂട്ടി മടുത്തിരിക്കുന്ന കെട്ടിയവൻ്റെ ദേഹത്ത് ഒരു തരംഗം വരും. ആ തരംഗമാണ് ബീറ്റാ തരംഗം. അത് വരുമ്പം ആനുപാതികമല്ലാതെ ചുമ്മാ ചൂടാവും. അടുക്കളയിലും പണിത് മുറ്റമടിച്ചു വാരി തുണി അലക്കി മടുത്തിരിക്കുന്ന അമ്മയുടെ ദേഹത്തുണ്ടാകും ഒരു ബീറ്റ് പറയണം. ആണുങ്ങൾ ഓർക്കണം, അവളും മടുത്തിരിക്കുക, സൂക്ഷിച്ചേ സംസാരിക്കാവൂ. അപ്പം ചിലപ്പോൾ അരിശം വരുന്ന ഭർത്താവ് ഭാര്യയോട് പറയാം, ഓ നീ ചത്താ മതിയായിരുന്നു, നീ വേറെ കെട്ടാവായിരുന്നു. ചുമ്മാ പറഞ്ഞതാ, ഒന്നും മനസ്സിലോർത്തോണ്ടല്ല. ഇപ്പോഴതിനെ സഹിക്കാൻ മേല, ഒന്നുകൂടെ വന്നാലത്തെ സ്ഥിതി. ചുമ്മാ പറയുന്നേ ഉള്ളൂ. അല്ലെ ഭാര്യ ഭർത്താവിനോട് താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് ചാകത്തേ ഉള്ളൂ. അരിശം വന്നപ്പം പറഞ്ഞതാ. ശാന്തമാവും പറയണം, എൻ്റെ പൊന്നു മനുഷ്യ, മൂടോട്ടായപ്പം അറിയാതെ പറഞ്ഞതാകട്ടോ, ക്ഷമിക്കണം, സോറി. ഭർത്താവ് ഭാര്യയോട് എടി അരിശമെന്നും പറഞ്ഞ ഒന്നും മനസ്സിൽ വെച്ചാലോ സോറി, അങ്ങനെ പറഞ്ഞാൽ തീർന്നു. പറഞ്ഞില്ലേ ഈ തരംഗം ഇങ്ങനെ വന്ന് സാവധാനം ഒരു ഡെൽറ്റ തരംഗത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് രോഗമാകും, ഷുഗറാകും, പ്രഷറാകും, ടെൻഷനാകും, അലർജിയാകും. എപ്പോഴും മയങ്ങിയിരിക്കും. നമ്മൾ ചില കാണാറുണ്ട്, ഈ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പം ഉച്ച കഴിഞ്ഞൊക്കെ ധ്യാനിപ്പിക്കുമ്പോൾ ഈ ബീറ്റ ഡെൽറ്റ തരംഗം വേഗത്ത് വരുമ്പോൾ ചില സഹോദരിമാർ അച്ഛനെ നോക്കി ഇങ്ങോട്ട് വാ തലയാട്ടെന്ന് കാണാം. ഇതാണ് ബീറ്റ ഡെൽറ്റ തരംഗങ്ങൾ. അപ്പം മനസ്സിലാക്കി പറയണം, സോറി. 3, താങ്ക് യു. ദാമ്പത്യത്തിൽ ദൈവത്തിന് താനോട് താങ്ക് യു പറയും. അതെല്ലാവരും പഠിപ്പിക്കുന്ന രീതിയാണ്. ഭർത്താവിന് നല്ല തുണി മേടിച്ച് കൊടുത്താൽ ഭാര്യ താങ്ക് യു മാൻ, നന്നായിരിക്കുന്നു. ഭാര്യ മുട്ട പൊരിച്ച് വെച്ചാൽ ഓ ഹണി നല്ല ടേസ്റ്റ്, താങ്ക് യു, ഇങ്ങനെ പറയും. നിങ്ങളിത് കേട്ടു ഓർക്കാപ്പുറത്ത് ഇന്ന് രാത്രി 9:30 ഭാര്യ കഞ്ഞിയും ചെറുപേര് തോരനും കടുമാങ്ങായും വിളമ്പോ ഓ താങ്ക് യു. ഭാര്യയും വട്ടു പിടിച്ചോന്ന് ചോദിക്കും. ചുമ്മാചാടി ചോദിക്കുകയല്ല, സാവധാനം പെരുമാറ്റം കൊണ്ട് കാണിക്കണം ഒരു താങ്ക് യു, നന്ദി. എൻ്റെ ഏടി, ഇത്രയും പണിയുണ്ടായിട്ടും വീട്ടിലൊരു കുറവും വരുത്തിയിട്ടില്ല, നിന്നെ സമ്മതിക്കണം, അതാണ് താങ്ക് യു. പൊന്നു മനുഷ്യ, എത്ര ഓടി നടന്നാലും എനിക്കും മകൾക്കൊരു കുറവുമില്ല. ഭാര്യ പറയുന്നു, ഇതാണ് താങ്ക് യു. ഇപ്പം ദൈവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കും. ഒപ്പം സ്പേസ് കൊടുക്കും. ദൈവത്തിന് ഇഷ്ടം പോലെ സ്പേസാണ്. 1000 പേര് പ്രാർത്ഥിക്കാൻ വന്നാലും 1000 പേർക്കും ദൈവം ഇടം കൊടുക്കും, സ്പേസ് കൊടുക്കും. ഇത്രയും പേരുണ്ട്, ഓരോരുത്തരുടെയും സ്വന്തമാണ് ദൈവം സ്പേസ് കൊടുക്കും. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ഭാര്യയ്ക്ക് ഇടം കൊടുക്കും. ഭാര്യയെ കേൾക്കും, വർത്താനം പറയും, സൗമ്യമായി സംസാരിക്കും. ഭർത്താവിനെ കേൾക്കും, വർത്താനം പറയും. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെയല്ല കല്യാണം കഴിച്ചത്, 20 ഏക്കർ റബ്ബർ തോട്ടത്തെയും ഒരു ഇന്ത്യക്കാരനെയുമാണ്. മാസത്തിൽ 5 ദിവസം പോലും എൻ്റെ കൂടെ താമസിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഭാര്യയ്ക്ക് ഇങ്ങനെ പരാതിയുണ്ട്. കിട്ടിയാൽ പറഞ്ഞു, പൊട്ടി അവർക്ക് വല്ല കുറവുണ്ടോ? എന്നാത്തിന് കുറവാ വെച്ചാൽ ഒരു 5 പ്രോത്സാഹന വാക്ക് പറയും. ഒരു ഭർത്താവും ഭാര്യയും കൂടി ദമ്പതി ധ്യാനത്തിന് എൻ്റെ അടുക്ക വന്നു. 65 വയസ്സ് പ്രായം വരുന്ന ഭാര്യ ഭർത്താക്കന്മാർ 2 പേരും കൂടെ കൗൺസിലിങ്ങിന് എൻ്റെ മുറിയിൽ വന്നു. മുഖം വീർത്തിരിക്കുന്നു. കുറച്ച് വർത്തമാനം പറഞ്ഞ് പിടികിട്ടി, ഈ കെട്ടിയവനൊരു കുഴപ്പമുണ്ട്, ഒരിക്കലും നല്ല വാക്ക് പറയില്ല, കുറ്റം മാത്രമേ പറയുള്ളൂ. ഭാര്യയ്ക്കാണോ നല്ല വാക്ക് കേൾക്കാൻ വല്ലാതെ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കെട്ടിയവനോട്, ഭാര്യ നല്ല ചക്കുകുരുമാങ്ങ കറി വെച്ച് ഒരതുമ്പം കൊള്ളാവല്ല മോളെ, നല്ല രുചിയാണ്, ഒരു നല്ല വാക്ക് പറയണം. തുണി അലക്കിയാൽ നല്ലത് പറയണം, മുറി വൃത്തിയാക്കിയാൽ നല്ലത് പറയണം. കെട്ടിയവൻ പറഞ്ഞു, ഞാൻ മാത്രമല്ലല്ലോ അവളും പിള്ളേരും കൂടെ തിന്നുന്നില്ലേ, ഞാൻ തന്നെ പറയണോ? ഞാൻ പറഞ്ഞു, പറയണം. ചെമ്മീനും മുരിങ്ങക്കായ കടുക് മാങ്ങ തേങ്ങാച്ചൂടെ ചമ്മന്തി, ഇതാണ് സ്ഥിരമായിട്ടും രാത്രി കാത്തിരിക്കുക. 8 മണിയായപ്പോൾ അന്ന് ഭാര്യ അപ്രതീക്ഷിതമായി
ഒരു പ്ലേറ്റ് നിറയെ കുഴച്ച് വെച്ച് ചക്ക അരപ്പം നീട്ടി നോക്കി. ഇത് കഴിഞ്ഞ് ഒരു ഏമ്പക്കം വിട്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ഓർത്തു, നല്ല വാക്ക് പറയണ്ടേ. അവൻ പറഞ്ഞു, എൻ്റെ ലിസിമോളെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലാദ്യമായിട്ടാണ് ഇത്രയും നല്ല ഭക്ഷണം, ധ്യാനം വരുത്തിയൊരു മാറ്റം, കൊള്ളാം കേട്ടോ, നല്ല രുചി. അവൾ ഒറ്റ കരച്ചിൽ. എന്തിനാണ് ഈ കരയുന്നത്? പുത്തമ്പരകൃഷ്ണൻ പറഞ്ഞില്ലായിരുന്നു നല്ലതുണ്ടാക്കുമ്പം നല്ലത് പറയണമെന്ന്. ഭാര്യ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് നേരാ, എന്നാലും കഴിഞ്ഞ 31 വർഷക്കാലം ഞാൻ വെച്ച് വിളമ്പി തന്നിട്ടും തനിക്ക് നല്ലതൊന്നും പറയാനില്ല. അയൽവക്കത്തെ ആൻസമ്മയുടെ ചക്കപ്പുഴുക്കും കോഴിക്കറിയും വന്നപ്പോഴല്ലേ തനിക്ക് നല്ല രുചി തോന്നിയത്. ഇത് എവിടെ നിന്ന് കിട്ടി, ആര് കൊടുത്തു, അറിഞ്ഞിട്ട് വേണം പറയാൻ. അപ്പം പ്രോത്സാഹന വാക്ക് പറയും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ. 2, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്, ദൈവനാമം ദുരുപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരപ്പൻ പെരയ്ക്കകത്ത് ചീത്ത വാക്ക് പറയല്, ഒരു അമ്മ മോശമായ വാക്ക് പറയല്, വിലയില്ലാത്ത തെറികൾ, ചീത്ത വാക്കുകൾ ഒരിക്കലും പറയല്ല. മലയാളത്തിൽ എല്ലാ അക്ഷരം കൊണ്ടും തെറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതാണ് മലയാള അക്ഷരത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഗിന്നസ് ബുക്കിലെ ഏറ്റവും അടുത്ത തെറി കാസർഗോഡുകാരൻ ക്രിസ്ത്യാനി കുടുംബനാഥൻ സ്വന്തം ഭാര്യയെ വിളിച്ച തെറിയാണ്. ഒരു തെറിയുടെ നീളം 1 മിനിറ്റ് 3.5 സെക്കൻഡ്. ഉള്ളടക്കം ആര് തെറി കേട്ടോ, തെറി കേട്ട അവളുടെ അപ്പനൊപ്പന്മാരുടെ 7 തലമുറകളുള്ള എല്ലാവരുടെയും സകല അവയവങ്ങളും തലോടി കടന്നുപോയ ഒരു അന്താരാഷ്ട്ര തെറി എന്നാണ് പറയുക. ചീത്ത വാക്കുകൾ ഒരിക്കലും പറയരുത്. ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനത്തിൽ പറഞ്ഞു, നല്ല ആണുങ്ങൾക്ക് ഭാര്യയെ നേടണോ, മോശമായ വർത്താനം നിർത്തിയിട്ട് ഭാര്യയെ ചുമ്മാ മോളെ മോളെന്ന് വിളിച്ചോണം. അത് പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷം. ജെസിയാണോ ജെസി മോളെ, ടെസിയാണോ ടെസി മോളെ, മിനിയാണോ മിനി മോളെ, മോളിയാണോ മോളുടെ മോളെ എന്ന് വിളിച്ചാൽ അത് വലിയ സന്തോഷം. ഇപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ചു ഒരു ധ്യാനവും കൂടെ ഉണ്ട്, കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഭർത്താവ് എന്നെ മോളെ മോളെ എന്ന് വിളിക്കും. പക്ഷെ പ്രശ്നം വന്നപ്പം നേർന്നു, പ്രശ്നം കഴിഞ്ഞപ്പം അങ്ങ് മറന്നുപോയി, നേർന്നു പിന്നെ അങ്ങ് മറന്നുപോയി. ഉദാഹരണം, എൻ്റെ കുട്ടി +2 പാസ്സാകുകയാണെങ്കിൽ വേളാങ്കണ്ണി പോയി അവിടുത്തെ കുർബാനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ച് 2000 രൂപ മാതാവിൻ്റെ വണക്കത്തിന് നേർച്ചയിടാമെന്ന് ഇവിടെ ഇരുന്ന് നേർന്നപ്പം പൈസയുണ്ട്, പിന്നെ എന്തോ കടം വന്ന് പൈസയില്ല. പൈസ ഇല്ലാതെ പോയോ, നേർച്ചക്കടം തീർന്നു. നേർച്ചക്കടം ഓർക്കേണ്ട, പൈസ ഉണ്ടായിട്ട് വീട്ടിയില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രാക്കുള്ള പണമാണ്, അത് കൊടുത്തിരിക്കണം. നമുക്ക് പോകാൻ പറ്റിയില്ലേ, കാശുണ്ടോ, വേളാങ്കണ്ണി പോകുന്ന ഒരാളുടെയിൽ ആ പള്ളിയിൽ തന്നെ കാശിടിക്കണം. എന്നാൽ എൻ്റെ പള്ളിക്ക് കൊടുക്കാം, അത് നേർച്ചയല്ല, അത് ഔദാര്യമാണ്. നേർച്ച നേർന്നെടുത്ത് കിടക്കും. അല്ലെങ്കിൽ പെണ്ണിനെ പഠിപ്പിക്കാൻ സഹായിക്കുക, അതിന് പകരം അത് ഔദാര്യമാണ്. എവിടെ നേർന്നോ നേർച്ച നിറവേറ്റണം. തന്നെയുമല്ല, നിറവേറ്റാൻ പറ്റുന്ന നേർച്ചകളെ നേരാവൂ. കയ്യിലൊരു ചെറിയ ചൊറി വരുമ്പം എൻ്റെ കർത്താവേ ഇത് ഭേദപ്പെടുകയാണെങ്കിൽ ഇസ്രയേലിൽ യോർദാൻ നദി വന്ന് നീന്തിക്കൊള്ളാവുന്ന ഇവിടെ ഇരുന്ന് നേർച്ച നേരരുത്. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അത് ഞായറാഴ്ചയാണ്. എൻ്റെ അമ്മയായ സഭ കടവുള്ള ദിവസം എന്ന് പറയുന്ന ദിവസങ്ങളും ഞായറാഴ്ചകളിൽ പള്ളിയോട് ചേർന്ന് പരമാവധി സമയം ചെലവഴിക്കാൻ പഠിക്കണം. 6 ദിവസം ലോകത്തോട് ചേർന്ന, 7-ാം ദിവസം പട്ടക്കാരോടും പരിശുദ്ധ മതബഹയോടും വിശ്വാസമത്തോടും ചേർന്ന് ചെലവഴിക്കണം. അന്ന് ആരോഗ്യത്തിൻ്റെ അംശം പള്ളിക്ക് കൊടുക്കണം. ബെഞ്ച് പിടിച്ചിട്ട് കസേര പിടിച്ചിട്ട് പള്ളി വൃത്തിയാക്കി ആരോഗ്യത്തിൻ്റെ അംശം പള്ളിക്ക് കൊടുക്കണം. സമയത്തിൻ്റെ അംശം വേദപാഠം പഠിപ്പിക്കാം, ഭക്തസംഘടനയിൽ പ്രവർത്തിക്കാം, പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കാം. സമയത്തിൻ്റെ അംശം. 3, സ്വത്തിൻ്റെ അംശം. എൻ്റെ സ്വന്തം പള്ളിക്ക് എൻ്റെ സ്വത്തിൻ്റെ അംശം ഞായറാഴ്ച കൊടുക്കണം. ദൈവം തന്ന പണമാണിത്, ദാനമായി കിട്ടിയതല്ലാതെ ഒന്നുമില്ല, നമ്മൾ കൊടുക്കണം. ദേവാലയത്തിന് 10 രൂപ നേർച്ചയിടാൻ കഴിവുള്ളവർക്ക് അല്പം കാശ് കിട്ടി പോർക്കുക. എൻ്റെ പള്ളി എൻ്റെ വിശ്വാസമല്ലേ, ഇരിക്കട്ടെ 50 എന്നും പറഞ്ഞ് എൻ്റെ പള്ളിയിൽ നേർച്ചയിട്ടാൽ ദൈവം അത് കാണും. 50 ഇടാൻ കഴിവുള്ള ആൾ, ഒരുപാട് പേരിടുമ്പം ഞാനെന്നെ ഇടാനെന്നും പറഞ്ഞ് 10 രൂപയിൽ ചുരുക്കിയാൽ ദൈവം അതും കാണും. അമ്മയും 7 വയസ്സുള്ള മോനും ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. അമ്മ പറഞ്ഞ, മോനെ എന്നാ ഉണക്കപ്പള്ളിയാണ്, ഓർഗന് ശബ്ദമില്ല, കസേരയ്ക്ക് ബലമില്ല, ഫാനിന് കാറ്റില്ല, ബെഞ്ചയിലൊക്കെ പൊടി. മോൻ്റെ മറുപടി, എൻ്റെ അമ്മേ 10 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ടാണ്? കാണുന്നുണ്ട് അമ്മ ഇടുന്ന 10ൻ്റെ നോട്ട്. ഇപ്പോൾ സ്വത്തിൻ്റെ അംശം പള്ളിക്ക്, സമയത്തിൻ്റെ അംശം പള്ളിക്ക്,
60 പള്ളിക്ക് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഒപ്പം നിങ്ങളുടെ പെരയ്ക്കകത്ത് ഒരു കർത്താവിൻ്റെ മണിക്കൂർ വേണം. അതിൽ കാർക്കശ്യം അമ്മ പുലർത്തണം. കർത്താവിൻ്റെ ഒരു മണിക്കൂർ 7-നും 9-നും ഇടയിൽ 30 മിനിറ്റ് കൂടാത്ത 20 മിനിറ്റ് താഴാത്ത ഒരു പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ നിർബന്ധമായും വെച്ചിരിക്കണം. 9 കഴിഞ്ഞാൽ വല്ലാത്ത ഉറക്കം, 7-നും ഒരുപാട് ജോലി. കൗതാശ്യമായി ബന്ധുവിന അപ്പൻ ഈ കാര്യത്തിൽ ചിട്ട പാലിക്കണം, അമ്മ പാലിക്കണം. ഞാൻ ആഫ്രിക്കയിൽ നൈജീരിയയിലെ ലാഗോസിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു. ഇപ്പം കറുത്ത വർഗ്ഗക്കാർ ഓരോ വീട്ടിലുമുണ്ട് 10ഓളം പിള്ളേരും അപ്പനും അമ്മയും, വലിയ അംഗസംഖ്യയാണ്. വീടുണ്ട്, വീടിന് പറമ്പുണ്ട്. വീടിൻ്റെ മുറ്റത്തു നിന്നും പറമ്പിൻ്റെ കോണുകളിലേക്ക് 12 വീട്ടിലുണ്ടോ 12 വഴി വെട്ടിയിട്ടുണ്ട്. 12 വഴി. ആ വഴി കൂടെ പോയി അതിർത്തിയിൽ നിന്ന് മക്കളും അപ്പനും അമ്മയൊക്കെ പ്രാർത്ഥിക്കണം. രാവിലെ കാപ്പി കുടിച്ചിട്ട് പണിയാൻ പോകും. വൈകുന്നേരം 4 മണിക്ക് പണി കഴിഞ്ഞ് വരും. ഒരു കുളിയും കഴിഞ്ഞ് നിശ്ചയിക്കപ്പെട്ട വഴിയിലൂടെ പറമ്പിൻ്റെ അരിയിലേക്ക് നടക്കും. അവിടെ പോയി നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പാട്ടുപാടി ഒരു 20 മിനിറ്റോളം എല്ലാവരും പ്രാർത്ഥിക്കും. തിരിച്ചു വന്ന് അത്താഴം കഴിച്ചിട്ട് ഒരു മാതാവിൻ്റെ പാട്ടും പാടി അവർ കിടന്നുറങ്ങും. അമ്മയുടെ ഡ്യൂട്ടിയാണ് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പോകുന്നില്ലേ കണ്ടുപിടിക്കണം. ഇപ്പം അമ്മ പറയും, മോനെ മോളെ നിൻ്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ല് കിളുത്തല്ലോ, മോനെ മോളെ നിൻ്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ല് കിളുത്തല്ലോ എന്ന് പറഞ്ഞാൽ കുറേ നാളായല്ലോ നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് അമ്മ തിരുത്തും. മുഖം നോക്കി മുടിയിരുന്ന കണ്ണാടിയിൽ നിങ്ങൾ ചോക്ക് കൊണ്ടോ പേന കൊണ്ടോ എഴുതി വെക്കണം, എൻ്റെ കർത്താവിന് വേണ്ടി ഒരു 10 മിനിറ്റ്. കണ്ണാടി നോക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചോ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ കുടുംബത്തിൽ പ്രാർത്ഥന അന്തരീക്ഷം. അപ്പനും അമ്മയ്ക്കും പ്രാർത്ഥന ഉണ്ടെങ്കിലേ മക്കളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? ഒരു 5 പഠിക്കുന്ന മോൻ സാറ് എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ചേ പറയും. യൂണിവേഴ്സിറ്റി അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാറ് കിളിക്ക് നുള്ളി അടിച്ചു. അവൻ അലറിക്കോട് പറഞ്ഞു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാർ അവൻ അപ്പനോട് പറഞ്ഞു, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എന്ന് പറയിപ്പിക്കണം. അവൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ചെവി വെടിവെക്കുന്ന പോലെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പറഞ്ഞ് പതിപ്പിക്കണം. അപ്പം പറഞ്ഞു, സാറേ അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാക്കിറ്റി അത്രയേ ഉള്ളൂ, അവൻ അങ്ങനെ പറയാൻ പറ്റൂ. എങ്ങനെയാണ് അപ്പനമ്മ അങ്ങനെയാ മക്കളെന്ന. നിങ്ങൾ പ്രാർത്ഥിച്ചോ മക്കളും പ്രാർത്ഥിക്കും. നിങ്ങളെ കണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കും, ഓർക്കണം. അതുകൊണ്ടാണ് പറയുക, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കർത്താവിന് പരിചയപ്പെടുത്തണം. പരമാവധി മക്കളെ മുഴുവൻ ഞായറാഴ്ചകളിൽ പള്ളി നിർബന്ധമായിട്ട് എത്തിച്ചിരിക്കണം. കാരണം കർത്താവിനെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ആ മക്കൾ വളരുമ്പോൾ നിങ്ങളെ മറക്കും. വൃദ്ധമന്ദിരങ്ങളിൽ നിങ്ങൾക്ക് ഭക്ഷണം ഒരുങ്ങും, കാരണം കുഞ്ഞുങ്ങളെ ദൈവത്തിന് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ. 3-ാം വയസ്സിൽ ഒരു മോൻ പള്ളി വന്നതാണ്. പിന്നെ 2 വർഷം പള്ളി വന്നിട്ടില്ല, കൊറോണ വൈറസ് ആയിട്ട്. 2 വർഷം അമ്മ ഈ മോനെ കൊണ്ടുവന്നു മാസ്കൊക്കെ കെട്ടിച്ച്. പള്ളിയുടെ വാതുക്കെ വന്ന അവൻ മധുബകയുടെ അങ്ങോട്ട് നോക്കിയിട്ട് അമ്മയോട് പറയാ, അമ്മേ ബാഹുബലി, അമ്മേ ബാഹുബലി. കാരണം 2 വർഷക്കാലം ടെലിഫോണിൽ അവൻ നിരന്തരം കണ്ട പടവ കുതിരപ്പുറത്ത് ബാഹുബലി ഇരിക്കുന്നു. അവൻ മധുബയുടെ അവിടെ നോക്കിയപ്പോൾ ബാഹുബലി. അവൻ നോക്കുമ്പോൾ ഗീവർഗീസ് പുണ്യാളൻ കുതിരപ്പുറത്തിരിക്കുന്നു, അമ്മേ ബാഹുബലി. ഇപ്പോൾ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തണം, ദൈവത്തിനെ പരിചയപ്പെടുത്തണം, ദേവാലയത്തിനെ പരിചയപ്പെടുത്തണം. ഇപ്പം നമ്മൾ കർത്താവിൻ്റെ ദിവസവും കർത്താവിൻ്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. അന്ന് ശാലോം, ഗുഡ്നസ്, ഷെക്കേന സഭയുടെ ചാനൽ ഒക്കെ ചുമ്മാ തുറന്ന് വെച്ചേക്കണം. നമ്മൾ കണ്ടാലും കണ്ടില്ലേലും പാട്ടും ആരാധനയും തരംഗം പെരയ്ക്കകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അതിൻ്റെ അനുഗ്രഹം മകൾക്ക് കിട്ടും. 4, മാതാപിതാക്കളെ ബഹുമാനിക്കണം. നല്ല കാലത്തോളം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ അപ്പൻ്റെയും വല്യപ്പൻ്റെയും അമ്മയുടെയും വല്യമ്മയുടെയും ഫോട്ടോ വെക്കുക? നമ്മൾ പറയുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതല്ല, ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല, എൻ്റെ പുറകിൽ ഒരപ്പനുണ്ട്, അമ്മയുണ്ട്, അപ്പൻ്റെ അമ്മ പൂർവീകരുണ്ട്. ആ ഓർമ്മ വേണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. അന്ത്യവിധിയിൽ ക്രിസ്തുവിൻ്റെ 5 ചോദ്യങ്ങൾ, മത്തായി 25, 31 മുതൽ 46 വരെ അന്ത്യവിധിയിലെ 5 ചോദ്യങ്ങൾ. 1, എനിക്ക് വിശന്നു ദാഹിച്ചു, ഭക്ഷണം തന്നോ പാനീയം തന്നു. അയ്യോ, സഭയുടെ
അഭയമന്ദിരങ്ങളിൽ, അനാഥശാലകളിൽ എത്ര ഭക്ഷണപാനീയം കൊടുത്തു, ജില്ലാ ആശുപത്രിയുടെ വാർഡിൽ കൊടുത്തു, ഒരുപാട് പേരെ സഹായിച്ചു. തമ്പുരാൻ പറയും അതിന് 2ാം സ്ഥാനം. മോനെ മോളെ, നിൻ്റെ പെരയ്ക്കകത്ത് 80 വയസ്സിൽ അപ്പനായി, 78കാരി അമ്മയായി, അപ്പ എന്ന് വിളിക്കാൻ അമ്മ എന്നുള്ള 70, ചിരി 80 അറിയാം. സീസൺ 4 കഴിഞ്ഞു, സീസൺ 5 ആരംഭിക്കുന്നു. ഡേഞ്ചർ സോണിലാണ്, താമസിയാതെ എക്സിറ്റ് ഉണ്ട്. എല്ലാം കാണുക, ചിരിക്കുക, പോയി മര്യാദയ്ക്ക് കുത്തിയിരിക്കുക. ചിരി 80, കുഴി 90 വയസ്സായ പിന്നെ മരണത്തിൻ്റെ ഓർമ്മകളാണ്. ഇതനുസരിച്ച് പാട്ടും മാറും. 10 വയസ്സ് വരെ കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന്, 20 ആയാലോ അനുരാഗവിലോചിതരായി, ഒരു 80 കഴിഞ്ഞാലോ സമയമം രഥത്തിൽ ഞാൻ. ഇതാണ് മനുഷ്യൻ്റെ ആയുസ്. ഒരിക്കലും വിവരമുള്ള അപ്പൻ, വിവരമുള്ള അമ്മ ജീവിച്ചിരിക്കുമ്പം സ്വന്തം വീട് ഒരു മോൻ്റെ പേരിലും മരണം വരെ എഴുതി കൊടുക്കരുത്. ഒരു മകനെയും വിശ്വസിക്കില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു. പൊന്നെ തേനെന്നൊക്കെ വിളിക്കും, കുരയ്ക്കുമ്പോൾ അവനെ വട്ടുമാറും. അപ്പൻ വെറും പട്ടിയാവും, അമ്മ വെറും തർമ്മക്കാരിയാവും. പല കുടുംബത്തിലേവ വീതം കൊടുത്തുകൊള്ളുക. താമസിക്കുന്ന വീട് ഒരിക്കലും ജീവിതകാലത്ത് മക്കളുടെ പേരിൽ എഴുതി വെക്കരുത്. ഇനി അപ്പനും കൂടെ വെച്ച് അമ്മ മാത്രമേ ഉള്ളൂ. മെഡിക്കൽ തള്ളമാരെ ഒരു ടെക്നിക്ക് ഞാൻ പഠിപ്പിക്കാം. നിങ്ങൾ ചെറിയ ടെങ്ക് പെട്ടി, പഴയ പെട്ടിയുണ്ടല്ലോ തകിടിൻ്റെ, ആ പെട്ടി മേടിക്കുക. ആരുമില്ലാത്തപ്പം തുറക്കുക. പച്ചച്ചാണകം, കരിങ്കല്ല്, റബ്ബർ കമ്പ്, വൈക്കോല്, പഞ്ഞി, കീറത്തുണി എല്ലാം കൂടി വെച്ചിട്ട് താഴിട്ട് പൂട്ടുക. ഒരു താക്കോല് വികാരിച്ചിൻ്റെ കൊടുക്കുക, ഒരെണ്ണം അമ്മച്ചിയും പിടിക്കുക. എന്നിട്ട് വേണം മക്കളെ, അമ്മയെ അവസാനം വരെ നന്നായിട്ട് നോക്കുന്നതിനുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇതിനകത്തുണ്ട്. ഞാൻ മരിച്ചിട്ട് തുറക്കാവുള്ളൂ. ചില അവന്മാർ ചാണകം ചുമക്കണം, അതുകൊണ്ട് മക്കളെയും കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് നഗ്നരായിരുന്നു, നീ എന്നെ ഓടിപ്പിച്ചോ. 5, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ. മക്കൾ അടുക്ക വരുമ്പോൾ വീട്, ആരുമില്ലേ അത് കാരാഗ്രഹം, ആരുമില്ലേ കാരാഗ്രഹം. ഞാൻ മുറിക്കകത്ത് കയറി, ഞാൻ അകത്തുനിന്ന് സാക്ഷിയിട്ടാൽ ഗൃഹം. ഞാൻ മുറിക്കകത്ത് കയറുമ്പോൾ ആരും പുറത്തുനിന്ന് സാക്ഷിയിട്ടോ അത് കാരാഗ്രഹം. നിങ്ങൾ എങ്ങനെ പ്രായമുള്ള അപ്പനോടും അമ്മയോടും പെരുമാറുമോ നിങ്ങളുടെ മക്കളത് കണ്ടുപിടിക്കും. ഒരു വീട്ടിൽ 75 വയസ്സുള്ള വല്യപ്പൻ ചാരികസേരെ കാലം നീട്ടിയിരുന്ന പത്രം വായിക്കുന്നു. 7 വയസ്സുള്ള പേരക്കുട്ടി പറഞ്ഞു, വല്യപ്പ കണ്ണട ഊരിയിട്ട് കണ്ണൊന്ന് അടയ്ക്കാവോ? വല്യപ്പൻ ചോദിച്ചു, കളിക്കാനാണോ? കണ്ണടച്ചാൽ പറയാം. വല്യപ്പൻ പറഞ്ഞു, പത്രവായന കഴിഞ്ഞിട്ടട കണ്ണടയ്ക്കാം. അരമണിക്കൂർ പത്രം വായിച്ചു, കണ്ണടി ഊരി വെച്ച് കണ്ണടച്ചു. വാടാ ഇനി കളിക്കാം. അവൻ വല്യപ്പൻ്റെ മടിയിൽ കയറിയിരുന്നു. വല്യപ്പൻ്റെ കണ്ണെ മൊത്തം പിടിച്ചു നോക്കി. ശരിക്കും അടഞ്ഞല്ലേ? അടഞ്ഞു. ഓ, ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാണ് തോന്നുന്നു. അതെന്നാടാ, എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറഞ്ഞേക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാലേ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവൂ, ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവൂ. നമ്മളെങ്ങനെ പെരുമാറുന്നോ അത് മക്കൾ കണ്ടുപിടിക്കുന്നു. ഞാൻ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു സംഭവം കേട്ടു. ഒരു വീട്ടിൽ 80 വയസ്സുള്ള അപ്പൻ, അതേ പ്രായമുള്ള അമ്മ. ഈ അപ്പൻ്റെ പുറത്തൊരു മുറിവാണ്. അത് ശുശ്രൂഷിക്കാൻ മക്കൾക്ക് മടി. ആമക്കളും 3 പേരും മാറി താമസിക്കുക. അമ്മ കരിയാൻ പൊടിയിടുന്നു, എണ്ണ വെള്ളത്തിൽ തുണിമുക്കി തുടയ്ക്കുന്നു, കരിയുന്ന എണ്ണ പുരട്ടി കൊടുക്കുന്നു. ശുശ്രൂഷ. പക്ഷേ കഴിഞ്ഞ 3 മാസമായിട്ട് ഈ 3 ആമക്കളും അപ്പൻ്റെ മുറിയിൽ നിന്ന് മാറത്തില്ല, കട്ടിലിൽ നിന്ന് പൊങ്ങത്തുമില്ല. ആൾക്കാർ അമ്മയോട് ചോദിച്ചു, കൂടിയ ഷെയർ വല്ലതും കൊടുക്കാമെന്ന് പറഞ്ഞു. ഇല്ല. കട്ടിയുള്ള ധ്യാനം വല്ലതും കൂടിയില്ല. പിന്നെ ഈ മക്കളെ മാറ്റും. അമ്മ പറഞ്ഞു, 3 മാസം മുമ്പ് ഞാൻ പൊടിക്കൈ കാണിച്ചു, അതിൻ്റെ ഇഫക്റ്റാണ്. അതെന്താ? 3 മാസം മുമ്പ് ഈ അപ്പനെ നോക്കാനായി സുന്ദരിയായ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്ന് ഞാൻ നിർത്തി. പിന്നെ ഇവന്മാർ മുറിയിൽ നിന്ന് മാറത്തുമില്ല, കട്ടിലിൽ നിന്ന് പൊങ്ങത്തുമില്ല, ഇവിടെ തന്നെ ഉറച്ചിരിക്കുക. ഒരപ്പനെ നോക്കണമെങ്കിൽ ഒരു ബോണസ് പോയിന്റ് പോലെ ഒരു ഹോം നേഴ്സ് വേണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5, കൊല്ലരുതെന്ന് പറയുമ്പോൾ അതിന് 2 വ്യാഖ്യാനം. 1, അബോർഷൻ നടത്തരുത്. ദൈവം തന്ന കുഞ്ഞിനെ എടുക്കാൻ ദൈവത്തിന് അവകാശമുള്ളൂ. ജെറമ്യ 1:5. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെയുള്ള തിന്മ അറിയാതെ സംഭവിച്ചെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീയുടെ സുഖപ്രസവത്തിന് ആരും അറിയാതെ ഒതുക്കത്തിൽ പണം കൊടുത്ത പരിഹാരം, അല്ലെ പാവപ്പെട്ട പെൺപിള്ളേരെ പഠിപ്പിക്കാൻ സഹായിച്ച പരിഹാരം. 2ാം ഭാഗം, പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം. മക്കളെ നോക്കാൻ പറ്റുന്നവർ അത്രയും മക്കളെ സഭയ്ക്ക് വേണ്ടി ജനിപ്പിക്കണം, സമൂഹത്തോട് ജനിപ്പിക്കണം. ഞങ്ങൾ അച്ഛന്മാർ ഒരു സമൂഹത്തെ ഒരുക്കി പോകുമ്പോൾ
ഒരമ്മ 2-3 മക്കളെ ഒരുക്കുക ഒരു നല്ല രാജ്യത്തിന് വേണ്ടി. നമ്മളെല്ലാം ഒരേ ശുശ്രൂഷയില്ല. ഒരപ്പനമ്മ 2-3 മക്കളെ ഒരുക്കുക. അവരെ ഭൗതികമായി പഠിപ്പിക്കണം, ആത്മീയ പരിശീലനം എല്ലാം കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ ആരായിത്തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ട് താരാട്ട് പാടും. എന്താ താരാട്ട്? രാരാരോ രാരിരാരോ. കേൾക്കാൻ രസമുള്ള ലല്ലവിൽ പല്ലവി പാടുകയല്ല. അമ്മ ദൈവത്തോട് നോക്കി ചോദിക്കുന്ന ചോദ്യം, എൻ്റെ ദൈവമേ, തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ? ഇത് ശിവരശനാണോ, വീരപ്പനാണോ, ഒസാമ ബിൻ ലാദനാണോ, ഹമാസിൻ്റെ സന്തതിയാണോ? ഇതാരാരോ? രണ്ടാമത്തെ ചോദ്യം, ഇതാരിരാരോ? ഈ കിടക്കുന്നത് രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാണോ? ഊർജതന്ത്രക്കാരി സരിത നായരാണോ? നയതന്ത്രക്കാരി സ്വപ്ന സുരേഷാണോ? ഇതാരിരാരോ? ഒരു പിടിയിലില്ല. അപ്പം മക്കളെ ദൈവീക വഴികളിൽ നന്മയുടെ വഴിയിൽ വളർത്തണം, കൊല്ലരുത്. 6, വ്യഭിചാരം ചെയ്യല്. പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം, അതുകൂടാതെ ഉണ്ട് വ്യഭിചാരം. ഇതാ ഈ പൊന്നമ്പപ്പള്ളി പരിസരമൊക്കെ അല്പം ഉൾപ്രദേശമാണ്. അങ്ങ് ദൂരെ കുമ്പഴ ഭാഗത്തുള്ള ആൾക്കാർ പറയുന്നു, ഇവിടുത്തെ പല ആണുങ്ങൾക്കും 2 ഭാര്യമാർ വീതമുണ്ട്. ഒന്ന് അറിയുന്ന ഭാര്യ, 2 അറിയാത്ത ഭാര്യ. പെണ്ണുങ്ങൾക്ക് 2 കെട്ടിയവന്മാരുണ്ട്. ഒന്ന് അറിയുന്ന കെട്ടിയവൻ, 2 അറിയാത്ത കെട്ടിയവൻ. ഞാൻ തന്നെ വ്യാഖ്യാനിക്കാം. പെണ്ണുങ്ങൾക്കൊരു സ്വപ്നം, ഞാൻ കെട്ടുന്ന പുരുഷൻ മമ്മൂട്ടിയുടെ ദേഹസൗന്ദര്യം, മോഹൻലാലിൻ്റെ ചെരിഞ്ഞുള്ള നടപ്പ്, പിതിരാജിൻ്റെ കുറ്റിമീശ, ഉണ്ണിമുഖത്തിൻ്റെ കട്ടിമസിൽ, ഇതൊക്കെ വേണം. പക്ഷെ ദൈവം തന്നതോ കൊടക്കമ്പി പോലെ മെലിഞ്ഞ ഒരാൾ. അങ്ങനെയുള്ള ആളെ കിട്ടി പിന്നെ കട്ടിമസികാരനെ ഓർത്താൽ അതിൻ്റെ പേരാണ് വ്യഭിചാരം. ആണുങ്ങൾക്ക് സ്വപ്നമുണ്ട്, ഞാൻ കെട്ടുന്ന പെണ്ണിന് 90കളിലെ ശോഭനയുടെ വണ്ണം, 2000-ലെ കാവ്യമാധവൻ്റെ ഉന്തിയ കണ്ണ്, 2010-ലെ സമ്പ്രദാസുലിൻ്റെ കോമ്പല്ല്, ഇത് വേണം. പക്ഷെ ദൈവം തന്നതോ ചാളമേരിയെ പോലെ ഒരാളെ തന്നു. ആരെ കിട്ടിയോ, കിട്ടിയ ആളെ കൊണ്ട് സന്തോഷം ഓർക്കരുത്. വീണ്ടും ഓർത്താൽ അതിൻ്റെ പേര് വ്യഭിചാരം. അനുഗ്രഹം നഷ്ടപ്പെട്ടു. 7, കള്ളസാക്ഷ്യം പറയല്. പണ്ട് സ്വരം മാറ്റി ഫോൺ വിളിക്കാം, ഊമക്കത്തെഴുതാം, പേര് നശിപ്പിക്കാം. ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് തൊഴിലില്ലാ കമ്പനികളുടെ വകുപ്പാണ് വാട്സപ്പ് എന്ന പേരിലാണ്. വെറും 3-ാം കുരുകളും ചന്തകളും വേണ്ടാത്ത തെണ്ടിത്തരം മൊത്തം എഴുതിവിടുന്ന വാട്സപ്പ്. അന്തസ്സുള്ള പലരും ഇപ്പം നോക്കത്തു പോലുമില്ല. ഇന്നസെൻറ്റും ഞാനും കൂടെ വനിതയ്ക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഇന്നസെൻറ്റ് പറഞ്ഞാൽ ജീവിച്ചിരുന്ന ഞാൻ 3 പ്രാവശ്യം മരിച്ചെന്ന നുണയന്മാർ വാട്സപ്പിൽ അടിച്ചു കയറ്റിയത്. എസ് ജാനകി എന്ന ജാനകിയമ്മ 2 പ്രാവശ്യം മരിച്ചെന്ന വാർത്ത ശുദ്ധ കള്ളത്തരം, പേരുദോഷം, പരദൂഷണം. നല്ലതുണ്ട്, പക്ഷെ അത് കാണാതെ മോശമേ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് വാട്സപ്പ് വാർത്തകൾ ഒരിക്കലും ഷെയർ ചെയ്യല്ലേ. അത് 7-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. TV വാർത്ത ഷെയർ ചെയ്യാം, അതിൽ സത്യമുണ്ട്. വാട്സപ്പിൽ പച്ചക്കള്ളമുണ്ട്. ഈ വാട്സപ്പ് സ്ഥിരം വായിക്കുന്നവൻ വികാരജീവിയാകും. പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വായിക്കുന്നവൻ ബോധമുള്ള മനുഷ്യനാകും. ഈ വാട്സപ്പിന് പകരം നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ പരിശീലിക്കണം. ഏത് പത്രത്തിൻ്റെയും ഒരു എഡിറ്റോറിയൽ ദിവസവും വായിക്കണം. എങ്കിൽ വിവേകമുള്ള മക്കളെ കിട്ടും, ഇല്ലെ വികാരമുള്ള ഒരു ജനതയെ ലഭിക്കും. ഇവിടെയാണ് കള്ളസാക്ഷ്യം പറയൽ. 8, മോഷ്ടിക്കരുത്. എന്താ മോഷ്ടിക്കരുത്? മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തതൊന്നും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കില്ല, അർഹതയുള്ളത് മാത്രം. അട്ടപ്പാടി ആദിവാസവും മധു. ആ ആദിവാസി ഒരു കഷ്ണം ബ്രെഡ് എടുത്താൽ ഒരു കോടതിക്കും ശിക്ഷിക്കാൻ പറ്റുകയില്ല. വിശന്നിട്ട് ഭാര്യയും മക്കളും അപ്പനും അമ്മയുണ്ട്, ഒരു പണിയും കിട്ടാത്തവൻ നിങ്ങളുടെ പറമ്പിൽ നിന്ന് 2 മൂട് കപ്പ പറിച്ചാൽ, തേങ്ങാക്കൽ വെട്ടിയാൽ ഒരു കോടതിയും ശിക്ഷിക്കുകയില്ല. അത് സാമൂഹിക നീതിയുടെ ഭാഗമാണ് ജീവൻ്റെ നിലനിൽപ്പ്. പക്ഷെ മോഷണവേല 1100 രൂപ ടച്ച് മേടിക്കുന്ന ആശാരി എപ്പോഴും ഉളിയും തേച്ച് പെൻസിലും കുറിപ്പിച്ചിരുന്നാൽ അത് കള്ളത്തരവാണ്, അർഹതയില്ലാത്ത പണമാണ്. 600 രൂപ കൂലിയുള്ളത് 300 രൂപയ്ക്ക് ഒരുത്തിനെ പണിയിപ്പിച്ചാൽ അവനെ സംബന്ധിച്ചാൽ മുതലാളി 300 കട്ട കള്ളനാണ്. 600 മേടിച്ചിട്ട് 200 പണി പണിയുന്ന പണിക്കാരൻ്റെ മക്കൾ അനുഭവിക്കില്ല, അത് മോഷണമാണ്. അർഹതയില്ലാത്തൊന്നും കൈവെക്കല്ല. ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നേഴ്സ്, ശമ്പളം മേടിക്കുന്നവൾ ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ 5 ഗുളിക പോക്കറ്റിൽ തിരികെ കയറ്റിയാൽ അതും മോഷണമാണ്. ഷുഗർ നോക്കുന്ന സൂചി പൊക്കിവിടുന്നാൽ അതും മോഷണമാണ്. കോൺട്രാക്ട് സിമെൻ്റ് അമയ്ക്കാൽ മോഷണം, എഞ്ചിനീയർ താറമയ്ക്കാൽ മോഷണം. അർഹതയില്ലാത്തൊന്നും കൈവെക്കല്ല. ഉള്ള പൈസയ്ക്ക് ശരിക്കും നമ്മുടെ വേർപ്പിൻ്റെ വിലയായിരിക്കണം. ഇതാണ് മോഷ്ടിക്കരുത്. 9, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അന്യൻ്റെ ഭാര്യയെ, അത് ആണുങ്ങളോടാണ്. പെണ്ണുങ്ങളോട് കൂട്ടുകാരിയുടെ കെട്ടിയവനെ ദാഹിക്കരുത്. ഒരു വണ്ടിയെ കയറിയിട്ട് മറ്റൊരു വണ്ടിയെക്കുറിച്ച് ഓർക്കരുത്.
ഞാൻ കുമ്പഴ കവലെ നിൽക്കുന്നു. എനിക്ക് എരുമേലിക്കും പോകണം, അതേസമയം പുനലൂരിലും പോകണം. ആദ്യമേ എരുമേലി വണ്ടി കിട്ടി. ഇരിക്കുമ്പോൾ ഓർക്കാം, പുനലൂർ വണ്ടി ആയിരുന്നെങ്കിൽ എനിക്ക് കാണാമായിരുന്നു. കോന്നിയുണ്ട്, പത്തനാപുരമുണ്ട്, അങ്ങനെ പുനലൂർ കാണാം. ഓർക്കല്ലേ, എരുമേലി വണ്ടിയെ കയറുമ്പോഴേ ആസ്വദിക്കണം. മൈലപ്പുറമുണ്ട്, റാന്നിയുണ്ട്, മന്നമരുതിയുണ്ട്, എരുമേലിയുണ്ട്, ആസ്വദിക്കണം. ഞാൻ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യത്തിൻ്റെ വണ്ടിയെ കയറിയിട്ട് നീണ്ട 30 വർഷങ്ങൾ ഇവിടെ ഇരുന്ന് ഓർക്കുക. കല്യാണത്തിൻ്റെ വണ്ടിയായിരുന്നു നല്ല വണ്ടി. കൊക്കോ കണ്ടേനെയും കോഴി കണ്ടേനെയും കാറ് കണ്ടേനെയും ഓർക്കരുത്. ഈ വണ്ടി ഞാൻ ആസ്വദിക്കണം. എങ്ങനെ സംസാരിപ്പിക്കാം, എങ്ങനെ കുർബാനയെല്ലാം എങ്ങനെ ധ്യാനിപ്പിക്കാം, എങ്ങനെയൊക്കെ നോക്കിയാൽ നിങ്ങളുടെ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ ഓർത്തോർത്ത് ഞാൻ സന്തോഷിക്കണം. എൻ്റെ വണ്ടി തെറ്റിപ്പോയോ ദൈവമേ നോക്കുമ്പോഴാണ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച 3 മക്കളുടെ അപ്പൻ്റെ ഫോൺ കോൾ. ജോസഫ് അച്ഛ, അപ്പനായവർ ഇനി അച്ഛനാക്കുന്ന സഭ വല്ലതും ഉണ്ടോ? അവൻ്റെ വണ്ടി എടുത്തു. ഞാൻ കുറച്ചാൾ മുമ്പ് പരിമല കോളേജിൽ പോയി. എന്നെ പഠിപ്പിച്ച റിട്ടയർഡ് സാറുണ്ട് അവിടെ. അപ്പം നല്ല പ്രായം. അദ്ദേഹം ചോദിച്ചു, ജോസഫ് അച്ഛനോട് ഒരു സംശയം ചോദിച്ചാൽ പരിഭവമുണ്ടോ? നമ്മൾ ചോദിക്കുക. അച്ഛനായി കഴിഞ്ഞെങ്കിലും പെണ്ണ് കെട്ടണമെന്ന് അച്ഛന് കാര്യമായി തോന്നിയിട്ടുണ്ടോ? അതെന്താ? അച്ഛൻ്റെ പ്രസംഗം കേട്ട് ഞങ്ങൾ കുടുംബത്തോടെ ചിരിക്കാറുണ്ട്. വേണ്ടാത്ത വല്ല തോന്നലും ഉണ്ടെന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. നമ്മൾ സത്യം പറയാമല്ലോ, കഴിഞ്ഞ വർഷം ഒരു ദിവസം അടുപ്പിച്ച് 3 പ്രാവശ്യം ഇന്ന് തന്നെ പെണ്ണ് കെട്ടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താ? ധ്യാനിപ്പിച്ച് മടുത്തു വന്ന തുണി അലക്കിയപ്പം കൈയുടെ ഓരം കഴിച്ചു കൂട്ടി. ഞാൻ ഓർത്തു, ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഇത് അലക്കി കിട്ടിയനല്ലോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി. ഉടനെ ആ സാറ് പറഞ്ഞു, പൊന്നു ജോസഫ് അച്ഛ, ഇനി മേലിൽ അങ്ങനെ ഒരിക്കലും ഓർത്തേക്കരുത്. ഞാൻ അതെന്താ? എൻ്റെ അച്ചു, എൻ്റെ പെമ്പന്നോത്തി ഇന്നും അവിടെ സകലമാന തുണിയും എന്നെ കൊണ്ട് അച്ഛ അലക്കിപ്പിക്കുന്നത്. എവിടെയാണോ അവിടെ ഉറച്ചിരിക്കുക, അപ്പുറത്തേക്കൊന്നും ഓർക്കാതിരിക്കുക. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, മറ്റൊന്നും സ്വപ്നം കാണരുത്. അവസാനിപ്പിക്കല് 10, അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത്. എനിക്ക് 8 ലക്ഷത്തിന് കാറ് മേടിക്കാൻ കാശുണ്ട്. അയൽവാസിക്ക് 15 ലക്ഷത്തിന് കാറ് മേടിക്കാൻ. ഒരു വകുപ്പും കാണാതെ ഞാൻ 7 ലക്ഷം കൂടെ കടം മേടിച്ച് അവനോട് മത്സരിക്കാൻ കാറ് മേടിച്ചാൽ അത് പ്രമാണ ലംഘനമാണ്. ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ലോൺ എടുക്കാം. മക്കൾ വഴി ഉണ്ടാക്കുമോ? ലോൺ എടുക്കാം. ഇല്ലാതെ ചുമ്മാ മത്സരബുദ്ധിയിൽ അങ്ങനെ വണ്ടി മേടിക്കരുത്. എനിക്ക് 10 ലക്ഷത്തിൻ്റെ വീട് പണിയാൻ പറ്റും, അയൽവാസിക്ക് 30 ലക്ഷത്തിൻ്റെ. അവനോട് മത്സരിക്കാൻ വേണ്ടി 20 ലക്ഷം കടമെടുത്ത് വില പണിയല്ലേ. 10 ലക്ഷത്തിൽ ഒതുങ്ങാൻ പഠിക്കണം, അല്ല ഉണ്ടാകാൻ സാധ്യത വേണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ചികിത്സ അച്ഛനായ ഞാൻ പ്രതീക്ഷിക്കല്ലേ. എൻ്റെ പരിമിതിയിൽ ഞാൻ ഒതുങ്ങണം. എനിക്ക് കിട്ടുന്ന ചികിത്സ കടത്തിനിലെ തർമ്മക്കാരന് വർക്കരുത്. അവൻ്റെ പരിമിതിയിൽ അവൻ ഒതുങ്ങണം. ദൈവം തന്ന ജീവിതാന്തസ്സിന് ആനുപാതികമായി പണം ചെലവഴിക്കുക, ജീവിക്കുക. ഇല്ലെങ്കിൽ അത് 10-ാം പ്രമാണത്തിൽ ലംഘനം. അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത്. ദൈവം തന്ന കുടുംബം അബ്രഹാമിൻ്റെ കുടുംബം പോലെ വിശ്വാസത്തിൻ്റെ കുടുംബം, ജോബിൻ്റെ കുടുംബം പോലെ സഹനത്തിലും സമൃദ്ധിയുടെ കുടുംബം, ലാസറിൻ്റെ വീട് പോലെ പ്രാർത്ഥനയുടെ കുടുംബം, തിരുകുടുംബം പോലെ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ കുടുംബം. അങ്ങനെയുള്ള കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. അതുവഴി സഭയ്ക്കും സമൂഹത്തിനും നമ്മുടെ കുടുംബങ്ങൾ മുതൽക്കൂട്ടാകട്ടെ. ഉത്തമനായ പിതാവായി ഉത്തമയായ ഭാര്യയായി ജീവിക്കുവാൻ 75 വർഷങ്ങൾ ജീവിച്ചവർ ഒരു മാതൃകയായി മുമ്പിൽ നിൽക്കുമ്പോൾ ആ മാതൃക നമുക്കും തുടരാം. വന്നവനും വരുവാനുള്ളവനായ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നന്ദി, നമസ്കാരം.